ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചപ്പപ്പായ കൊണ്ട് അച്ചാറുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, 3 മിനിറ്റും സംതിങ്ങേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ പപ്പായ എല്ലാം തോല് കളഞ്ഞ് നല്ല വൃത്തിയായതിനുള്ളിലെ കുഴികളെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം നോക്കിക്കേ, നമ്മൾ കുഞ്ഞു പീസുകളായിട്ട് നന്നായി ലെയർ കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിവിടെ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇതിൻ്റെ ഷേപ്പൊന്നും നോക്കിയില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മുടേതായ ഒരു എളുപ്പപ്പണി നോക്കിയതാണ്. പല രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് പീസാക്കി എടുത്തു. നിങ്ങൾക്ക് ഏതാണോ അച്ചാർ കാണുമ്പോൾ ഒരു വൃത്തി വേണ്ടേ, അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതാണ്. നമ്മളിവിടെ കിട്ടിയ ലെവലിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അച്ചാർ പൊടി കൊണ്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. അച്ചാർ പൊടി കൊണ്ടാണെങ്കിലും നമ്മൾ കടുക് ഉലുവ എല്ലാം ആദ്യമേ വറുത്ത് പൊടിച്ച് അതിൽ ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് ആണെങ്കിലും ചേർക്കുന്നുണ്ട്. കാരണം അച്ചാർ പൊടിയിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ചെറിയൊരു അളവിൽ നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതിനു മുമ്പ് ഉള്ള ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഏകദേശം ഇങ്ങനെ സെറ്റായപ്പോഴാണ് ഒരു വീഡിയോ എടുത്താലോ എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ മസാലയെല്ലാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ വേണം അച്ചാറിൻ്റെ ഇതൊന്ന് വാട്ടി വേവിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് അതിൻ്റെ ചാറ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം വറ്റി വരുന്നവരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പപ്പായയുടെ അച്ചാർ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചതായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. വെള്ളമൊന്നും ചേർക്കാതെ നല്ലെണ്ണയിൽ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് പപ്പായയുടെ അച്ചാർ. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പപ്പായയുടെ കട്ട് ചെയ്ത് വെച്ച് പീസുകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പായയുടെ അച്ചാർ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നല്ലെണ്ണ ചൂടായതിനു ശേഷം ഈ മുറിച്ച് വെച്ച പീസുകൾ, പപ്പായയുടെ പീസുകൾ ആദ്യമേ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ. കാരണം പപ്പായ അധികമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ 2 മോഡൽ അച്ചാർ ഉണ്ടാക്കി. നമ്മൾ പിന്നീടാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത്. ആ അച്ചാറിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടാറുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നത്. സുർക്ക അധികമായിട്ട് ഒഴിക്കരുത്. അറിയാലോ, സുർക്ക നമ്മുടെ ശരീരത്തിന് പോലും നല്ലതല്ല. ചെറുതായിട്ട് ഒഴിച്ചാൽ മതി. ചിലരുണ്ട് ബോട്ടിലാക്കിയതിന് ശേഷം അത് കവിഞ്ഞ് നിൽക്കുന്നത് വരെ സുർക്ക ഒഴിച്ച് അച്ചാർ കേടുകൂടാതിരിക്കാൻ സുർക്ക അത്രയും ഒഴിക്കുന്നത്. അത് വേണ്ട, ചെറുതായിട്ട് ഒഴിച്ചാൽ മതി. അത് ബോട്ടിൽ അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ഇതിലുള്ള നീരും അത് സുർക്കയും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിക്കോളും. ചെറുതായിട്ട് ഒഴിച്ചാൽ മതി, അല്ലാതെ ഓവറായിട്ട് സുർക്ക ഒഴിക്കാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാവരോടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ബൈ. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.